ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതിപ്പോൾ ഒരു കർട്ടൻ്റെ മെറ്റീരിയലാണ്. ഇതിൽ പില്ലോ കവർ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 പീസ് ഇതുപോലെ രണ്ട് തുണിയാണ് ഇതിൻ്റെ നീളം വന്നിട്ട് 27 ഇഞ്ചും വീതി വന്നിട്ട് 19 ഇഞ്ചുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീളം നമുക്ക് 25.5 ഇഞ്ച് മതിയാവും. 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വീതിയിലും നീളം ഇങ്ങനെയാണ് 27 ഇഞ്ച് എടുത്തത്. വീതി വന്നിട്ട് 19 ഇഞ്ച്, 15 ഇഞ്ച് മതിയാവും. അതിൽ 3 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു തുണിയും കൂടെ ഇതുപോലൊരു പീസും കൂടെ ആവശ്യമാണ്. ഇതിൽ 6.5 ഇഞ്ച് നീളവും വീതി വന്നിട്ട് 19 ഇഞ്ച്. അപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ 2 പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പീസ് നമുക്കിതുപോലെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഒന്നിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട്, നല്ല വശമാണിത്, അതിൻ്റെ പുറത്തായിട്ട് ഈ എടുത്ത ഇതിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നിവർത്തിയതിന് ശേഷം ഇതിൻ്റെ ഈ എൻഡിൽ കൂടെ എഡ്ജിൽ ഈ വരുന്ന ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ തയ്ച്ചതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ മടക്കി തയ്ക്കണം. ഇനി രണ്ടാമത്തെ പീസിൽ ഇതുപോലെ തന്നെ മുകളിലത്തെ ഭാഗം ഫോൾഡ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഒരു തുണി വെച്ച് അറ്റാച്ച് ചെയ്തില്ലേ, ഈ ഭാഗം എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് വേണം, നല്ല വശം ഇട്ടതിന് ശേഷം ഈ നമ്മളൊരു പീസ് ജോയിൻ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു പീസും കൂടെ ഇതിൽ നമ്മൾ മടക്കി ഫോൾഡ് ചെയ്ത് തയ്ച്ചില്ലേ മുകളിലത്തെ ഭാഗം, ആ ഭാഗവും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ സൈഡ് ഫുള്ള് 3 സൈഡും നമുക്കിത് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ നിവർത്തിയതിന് ശേഷം സാധാരണ രീതിയിൽ അങ്ങനെയും ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചുറ്റും ഒരു ഇഞ്ച് കൂടെ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നിവർത്തിയതിന് ശേഷം നമ്മുടെ ഈ എഡ്ജൊക്കെ വരുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ടൊരു സൂചി വെച്ചിട്ട് നമ്മുടെ ആ കോണുകളൊക്കെ കറക്റ്റായിട്ട് നിവർത്തിയെടുക്കാം. ഇനി ഇവിടുന്ന് ഒരു ഇഞ്ച് വെച്ചിട്ട് ചുറ്റും ഈ 3 സൈഡിലും നമുക്ക് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 സൈഡും ഇതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.